ഹലോ ഡിയേഴ്സ്, ഗ്രാമർ സീരീസിൽ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലെ 12ാമത്തെ ടെൻസായ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈ അധ്യായത്തിലൂടെ പഠിക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാൽ എന്താണ്? ലെറ്റ്സ് സീ വാട്ട് ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വാട്ട് ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാൽ എന്താണ്? ആൻ ആക്ഷൻ വിൽ ബി ഗോയിങ് ഓൺ. ആൻ ആക്ഷൻ വിൽ ബി ഗോയിങ് ഓൺ അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദി ഫ്യൂച്ചർ. ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഡിയർ ഫ്രണ്ട്സ്, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആൻ ആക്ഷൻ വിൽ ബി ഗോയിങ് ഓൺ. ആൻ ആക്ഷൻ വിൽ ബി കണ്ടിന്യൂയിങ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദി ഫ്യൂച്ചർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സീ ആൻ എക്സാമ്പിൾ. ബൈ നെക്സ്റ്റ് ജൂൺ, അടുത്ത ജൂൺ ആകുമ്പോഴേക്കും ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 4 years. അടുത്ത ജൂൺ ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ 4 വർഷമായി ജോലി ചെയ്യുകയായിരിക്കും. നേരത്തെ തുടങ്ങിയിട്ടുള്ളതായിരിക്കാം. അടുത്ത ജൂൺ ആകുമ്പോൾ 4 വർഷമായി ഞാൻ ജോലി ചെയ്യുകയായിരിക്കും. അനദർ എക്സാമ്പിൾ. ബൈ 2025 ഷീ വിൽ ഹാവ് ബീൻ സർവിങ് ഇൻ ഇന്ത്യ ഫോർ 10 years. 2025 ആകുമ്പോൾ അവൾ 10 വർഷമായി ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയാറുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ബേസിക് സ്ട്രക്ചർ. അതിൻ്റെ സെൻറ്റൻസിൻ്റെ ഘടന എന്താണ്? ബേസിക് ഫോം എന്താണ്? നോക്കൂ, സബ്ജക്റ്റ് വിൽ ഹാവ് ബീൻ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റിനോടുകൂടി വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം. അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു, ബേസ് ഫോമിൻ്റെ കൂടെ ING ചേരുന്നതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതിനെന്താണ് ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ ഘടനയെന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഉണ്ടാകും. She will have been studying. They will have been studying. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഈ ടെൻസിൽ പറയാവുന്നതാണ്. ഇതിൻ്റെ വെർബുകൾക്ക് എത്ര ഫോം ഉണ്ട്? ലെറ്റ്സ് സീ. വിൽ ഹാവ് ബീൻ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബേസ് ഫോമിനോട് കൂടി ING ചേരുന്നതാണ്. ഏത് സബ്ജക്റ്റിൻ്റെയും കൂടെ ഇത് ഉപയോഗിക്കാവുന്നതാണ്, വിത്ത് എനി സബ്ജക്റ്റ്. സി ആൻ എക്സാമ്പിൾ. കുട്ടായി വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഇൻ ദി സ്കൂൾ ഫോർ 3 years ബൈ 2023. 2023 ആകുമ്പോൾ കുട്ടായി വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഇൻ ദി സ്കൂൾ ഫോർ 3 years. 3 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സി അനദർ എക്സാമ്പിൾ. ബൈ മിഡ്നൈറ്റ് ദേ വിൽ ഹാവ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 4 hours. 4 മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ബൈ മിഡ്നൈറ്റ്, പാതിരാവാകുമ്പോഴേക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുക. വിൽ ഹാവ് ബീന് പകരം ഷാൽ ഹാവ് ബീനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മോഡേൺ ഗ്രമേറിയൻസ് കൂടുതലായി വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോമാണ് ഉപയോഗിക്കുന്നത്.
ഓക്കെ, ഈ ടെൻസിലുള്ള വാചകത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് ഫോമുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. സി ആൻ എക്സാമ്പിൾ, ഹി വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 2 years. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്ക് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഇതിനകത്ത് ഓക്സിലറി വെർബ് വില്ലാണ്. അതിൻ്റെ കൂടെ നോട്ട് കൂടി ചേർത്താൽ മതി. വിൽ നോട്ട് ഹാവ് ബീൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വിൽ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഓക്സിലറിയാണ്. ഹാവ് ബീൻ എന്ന് പറയുന്നത് പെർഫെക്റ്റിൻ്റെ ഓക്സിലറിയാണ്. പെർഫെക്റ്റിൽ വരാറുള്ളതാണ് ഹാവ്. ഇനി ING ഫോമാണ് കണ്ടിന്യൂസിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിനെ നെഗറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ നോട്ട് ചേർക്കുന്നു. ഹി വിൽ നോട്ട് ഹാവ് ബീൻ ടീച്ചിങ്. നോക്കൂ, ഇതിനെ നമുക്ക് ഷോർട്ട് ഫോമിലേക്ക് മാക്കാം. വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഓൺട്. ഹി ഓൺട് ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 2 years. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റായി. നോക്കൂ, ഇതിനെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണ്? തന്നിട്ടുള്ള സെൻറ്റൻസിലെ ഓക്സിലറി ആദ്യം കൊണ്ടുവന്നാൽ മതി. സെൻറ്റൻസ് ബിഗിൻ വിത്ത് ഓക്സിലറി. വിൽ ഹി ഹാവ് ബീൻ. വിൽ ഹി ഹാവ് ബീൻ. ഓക്കെ, വിൽ ഹി ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 2 years. ഇതിനെ നമുക്ക് WH ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് എഴുതിയാൽ മതി. ഇവിടെ ഞാൻ ഹൗ ലോങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ. ഹൗ ലോങ് വിൽ ഹാവ് ഹി ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്? യെസ്. ഇതിനെ നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ഓക്സിലറിയാണ് വിൽ. അതിനെ നമ്മൾ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതിനാൽ നെഗറ്റീവാക്കി മാറ്റുന്നു. ഹി വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്. വിൽ ഓക്സിലറിയാണ്. നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ ഓണ്ട് കിട്ടുന്നു. സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓൺ ഹി. മറ്റു നോക്കൂ, ഹി വിൽ നോട്ട് ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്. ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ടാഗ് പോസിറ്റീവ്. നമ്മളതുകൊണ്ട് വിൽ നോട്ടിൻ്റെ പോസിറ്റീവാണ് വിൽ. സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു? വിൽ ഹി. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ സെൻറ്റൻസുകളെ മറ്റ് ഫോമുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. നോക്കൂ, യു വിൽ ഹാവ് ബി. അനദർ എക്സാമ്പിൾ നോക്കൂ, യു വിൽ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിൽ ഹാവ് ബീൻ ആണ്. വിൽ ഹാസ് ബീൻ എന്നോ വിൽ ഹാഡ് ബീൻ എന്നോ പറയുന്നില്ല. വിൽ ഹാവ് ബീൻ ആണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ട് ചേർക്കുന്നു. എന്തായി ചേഞ്ച് ചെയ്യുന്നു? വിൽ നോട്ട്. യു വിൽ നോട്ട് ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. യു വിൽ നോട്ട് ഹാവ് ബീൻ ലേണിംഗ് യുവർ ലെസൺസ്. അതിനെ ഷോർട്ട് ഫോമിലേക്ക് മാക്കാൻ വേണ്ടി നമ്മൾ വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോം എഴുതുന്നു. യു ഓൺട് ഹാവ് ബീൻ ലേണിംഗ്. ഇതിനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുന്നതിന് വേണ്ടി ഓക്സിലറി ആദ്യം കൊണ്ടുവരുന്നു. വിൽ യു ഹാവ് ബീൻ ലേണിംഗ് യുവർ ലെസൺ? WH ക്വസ്റ്റ്യൻ ആക്കുന്നതിന് വേണ്ടി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ വേർഡ് വയ്ക്കുന്നു. വാട്ട് വിൽ ഹാവ് യു ബീൻ ലേണിംഗ്? ടാഗ് ക്വസ്റ്റ്യൻ എഴുതാൻ നോക്കൂ. യു വിൽ ഹാവ് ബീൻ ലേണിംഗ് യുവർ ലെസൺ. വിൽ ഓക്സിലറിയാണ്. അതിൻ്റെ നെഗറ്റീവ് ഫോം എഴുതുന്നു. ഓൺട് യു. സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. നോക്കൂ, യു ഓൺ ഹാവ് ബീൻ ലേണിംഗ്. അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ടാഗ് ഈസ് പോസിറ്റീവ്. ഓണ്ടിൽ നിന്ന് നമ്മൾ വിൽ എടുക്കുന്നു. സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. ഓക്കെ, ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് യൂസസ്? An action will have been going on. ആക്ഷൻ എന്ത് ചെയ്യുകയായിരിക്കും? തുടർന്നുകൊണ്ടേയിരിക്കും. ഫോർ എ ലോങ്ങർ പീരീഡ്. താരതമ്യേന കൂടുതൽ സമയം തുടരുകയായിരിക്കും എന്ന് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു, താരതമ്യേന കുറച്ച് സമയം ഫോർ എ ഷോർട്ട് പീരീഡ് ഭാവിയിൽ തുടരുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്.
താരതമ്യേന കൂടുതൽ സമയത്ത് തുടരുകയായിരിക്കും എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ആൻ ആക്ഷൻ വിൽ ഹാവ് ബീൻ ഗോയിങ് ഓൺ അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ. സി ആൻ എക്സാമ്പിൾ. ടോം ജോയിൻഡ് ആസ് എ ടീച്ചർ ഇൻ ദാറ്റ് സ്കൂൾ 2020. ടോം എന്ന് പറയുന്നയാൾ 2020 ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. 2025 ആകുമ്പോഴേക്കും അയാൾ ആ സ്കൂളിൽ തുടരുകയായിരിക്കും. 20 തുടങ്ങിയതാണ്, 25 ആകുമ്പോഴേക്കും 5 വർഷമായി തുടരുകയായിരിക്കും. അങ്ങനെ പറയുവാനാണ് നമ്മൾ ഈ ടെൻസ് പ്രധാനമായി ഉപയോഗിക്കുക. ബൈ 2025 ടോം വിൽ ഹാവ് ബീൻ വർക്കിംഗ്. ടോം വർക്ക് ചെയ്യുകയായിരിക്കും ഇൻ ദാറ്റ് സ്കൂൾ. അതവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ഒരു സമയത്ത് തുടങ്ങിയതാകാം, ഭാവിയിൽ ഒരു സമയത്തും അത് തുടരുകയായിരിക്കും. സി അനദർ എക്സാമ്പിൾ. ബൈ നെക്സ്റ്റ് ജൂലൈ ദേ വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ 5 years. ബൈ നെക്സ്റ്റ് ജൂലൈ അടുത്ത ജൂലൈ ആകുമ്പോഴേക്കും ദേ വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് അവർ ഈ വീട്ടിൽ 15 വർഷമായി താമസിക്കുകയായിരിക്കും. അതാണ് ഹൗ ലോങ്. ആക്ഷൻ വിൽ ബി ഗോയിങ് ഓൺ ഫോർ 15 years. അടുത്ത ജൂലൈ ആകുമ്പോഴേക്കും 15 വർഷമായി ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുകയായിരിക്കും. ഓക്കെ, ബൈ നെക്സ്റ്റ് വിൻ്റർ ആകുമ്പോഴേക്കും വി ഷാൽ ഹാവ് ബീൻ സ്റ്റഡിയിങ്. ബൈ നെക്സ്റ്റ് വിൻ്റർ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ടൈമാണ്. ആ ഫ്യൂച്ചർ ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ ഈ സ്കൂളിൽ 2 വർഷമായി പഠിക്കുകയായിരിക്കും. വി ഷാൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇൻ ദി സ്കൂൾ ഫോർ 2 years. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ മറ്റൊരു ഉപയോഗമാണ് ആൻ ആക്ഷൻ വിൽ ഹാവ് ബീൻ ഗോയിങ് ഓൺ ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തിക്ക് മുമ്പ് മറ്റൊരു പ്രവൃത്തി തുടരുകയായിരിക്കും എന്ന് പറയുന്നതിന് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുണ്ട്. സി എക്സാമ്പിൾ. ബൈ ദി ടൈം ദ ഗസ്റ്റ് അറൈവ്. നമ്മുടെ ഗസ്റ്റ് എത്തിച്ചേർന്നില്ല, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, എത്തിച്ചേരുമ്പോഴേക്കും മദർ വിൽ ഹാവ് ബീൻ കുക്കിംഗ് ഓൾ ഡേ. മദർ ഹാവ് ബീൻ കുക്കിംഗ്. അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബൈ ദ ടൈം വി റീച്ച് ഊട്ടി. നമ്മൾ ഊട്ടിയിൽ എത്തുമ്പോഴേക്കും വി വിൽ ഹാവ് ബീൻ ട്രാവലിംഗ് ഫോർ 12 hours. ഊട്ടിയിൽ എത്തുമ്പോഴേക്കും 12 മണിക്കൂറായി നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് ഇങ്ങനെ. എന്താ നോക്കൂ, വി റീച്ച് ഊട്ടി എന്നുള്ളത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയാണ്, നടന്നിട്ടില്ല. ബൈ ദ ടൈം വി റീച്ച് ഊട്ടി, നമ്മൾ ഊട്ടിയിലെത്തുമ്പോഴേക്കും വിൽ ഹാവ് ബീൻ ട്രാവലിംഗ് ഫോർ 12 hours. 12 മണിക്കൂർ മുമ്പ് തുടങ്ങിയതാണ്. 12 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മൾ ഊട്ടിയിലെത്തും. അന്നേരവും 12 മണിക്കൂറായി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് പറയാൻ നമുക്കെന്ത് പറയാം? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അനദർ എക്സാമ്പിൾ. ബൈ ദ ടൈം ഐ മീറ്റ് ഹിം. അവനെ കാണുമ്പോഴേക്കും ഹി വിൽ ഹാവ് ബീൻ റണ്ണിങ് എ ബിസിനസ് ഫോർ 5 years. 5 വർഷമായി അവൻ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ടെൻസിൽ കാണപ്പെടുന്ന കോമൺ എക്സ്പ്രഷൻസ് ടൈം വേഴ്സുകളാണ് ബൈ ദിസ് സൺഡേ, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് സമ്മർ, ബൈ ദ ടൈം, ബൈ 2025 എക്സെട്ര. ഇങ്ങനെയുള്ള ടൈം വേഴ്സുകൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ നോക്കൂ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. വാട്ട് ഈസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? കഴിഞ്ഞ ഒരു സമയത്ത് തുടങ്ങി ഇപ്പോഴും തുടരുന്നതാണ്
പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മദർ ഹാസ് ബീൻ കുക്കിംഗ്. മദർ നേരത്തെ കുക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും കുക്ക് ചെയ്യുകയാണ്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്, നേരത്തെ തുടങ്ങിയതാണ്, ഇപ്പോഴും തുടരുകയാണ്. അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കുമ്പോഴോ നേരത്തെ തുടങ്ങിയതാണ്, കഴിഞ്ഞ ഒരു സമയത്ത് തുടരുകയായിരുന്നു, ഇപ്പോൾ തുടരുന്നില്ല. മദർ ഹാഡ് ബീൻ കുക്കിംഗ്. കഴിഞ്ഞ ഒരു സമയത്ത് മദർ കുക്ക് ചെയ്യുകയായിരുന്നു, ഇപ്പോൾ കുക്ക് ചെയ്യുന്നില്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസോ മദർ വിൽ ഹാവ് ബീൻ കുക്കിംഗ്. മദർ കുക്ക് ചെയ്യുകയായിരിക്കും ഫ്യൂച്ചറിൽ, ഇപ്പോൾ കുക്ക് ചെയ്യുന്നില്ല. ഭാവിയിൽ മദർ വിൽ ഹാവ് ബീൻ കുക്കിംഗ്. സീ ആൻ എക്സാമ്പിൾ. വി ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ 8 hours. 8 മണിക്കൂറായി ഡ്രൈവ് ചെയ്യുകയാണ്. 8 മണിക്കൂർ മുമ്പ് തുടങ്ങിയതാണ്, ഇപ്പോഴും ഡ്രൈവിംഗ്. അതാണ് വി ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ 8 hours. അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഹാഡ് ബീൻ ഡ്രൈവിംഗ് ആയി മാറുന്നു. ഹാവ് ബീൻ ഡ്രൈവിംഗ് ഹാഡ് ബീൻ ഡ്രൈവിംഗ് ആകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ ഒരു സമയത്ത് 8 മണിക്കൂറായി അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു, ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നില്ല. ആക്ഷൻ എന്ത് ചെയ്യുന്നില്ല? ഇപ്പോൾ ഗോയിങ് ഓൺ ചെയ്യുന്നില്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് നോക്കൂ. ബൈ 1 PM. 1 മണിയാകുമ്പോഴേക്കും വി വിൽ ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ 8 hours. 1 മണിയാകുമ്പോഴേക്കും 8 മണിക്കൂറായി നമ്മൾ ഡ്രൈവ് ചെയ്യുകയായിരിക്കും. ഭാവിയിൽ ഒരു സമയത്ത് തുടരുകയായിരിക്കും. ഫോർ എ ലോങ് പീരീഡ്. സി അനദർ എക്സാമ്പിൾ. ബോയ്സ് ഹാവ് ബീൻ വാച്ചിങ് ദ മാച്ച് സിൻസ് 2 PM. 2 മണി മുതൽ ഇവർ വാച്ച് ചെയ്യുകയാണ്, മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തുടങ്ങിയതാണ്, ഇപ്പോഴും തുടരുകയാണ്. ബോയ്സ് ഹാഡ് ബീൻ വാച്ചിങ് ദ മാച്ച് അറ്റ് ദിസ് ടൈം യെസ്റ്റർഡേ. ഇന്നലെ ഈ സമയത്ത് കുട്ടികൾ വാച്ച് ചെയ്യുകയായിരുന്നു, ഇപ്പോൾ വാച്ച് ചെയ്യുന്നില്ല. അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് നോക്കൂ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ബോയ്സ് വിൽ ഹാവ് ബീൻ വാച്ചിങ് ദി മാച്ച് ബൈ ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയത്ത് ബോയ്സ് എന്ത് ചെയ്യുകയായിരിക്കും? ഈ മാച്ച് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതാ ഫ്യൂച്ചർ. ബൈ ദിസ് ടൈം ടുമോറോ, അത് ഭാവിയിലെ ഒരു സമയമാണ്. ഇങ്ങനെ ഈ ടെൻസുകൾ നിങ്ങൾ വേർതിരിച്ച് വിവേചിച്ച് പഠിക്കുക. ഓക്കെ. ഈ ടെൻസിൽ കാണാറുള്ള ചില തെറ്റുകൾ നമുക്ക് പരിശോധിക്കാം. സി എ സെൻറ്റൻസ് ബൈ നെക്സ്റ്റ് ഇയർ. ബൈ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും വി വിൽ ഹാവ് ബീൻ നോയിങ് ദെയർ ഫാമിലി ഫോർ 30 years. 30 വർഷമായി ആ ഫാമിലിയുമായി പരിചയമുണ്ടാകും എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു തെറ്റുണ്ട്. നോയിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവ് വെർബാണ്. നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളിലും മനസ്സിലാക്കിയിരുന്നു, സ്റ്റേറ്റീവ് വെർബ് ഒരിക്കലും നമ്മൾ ING ഫോമിൽ ഉപയോഗിക്കില്ല. നോ സ്റ്റേറ്റീവ് വെർബാണ്. അന്നേരം അതിനെ നമ്മൾ നോൺ എന്നായി മാറ്റിയിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ്ലിയായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഇതിങ്ങനെ കറക്റ്റ് ചെയ്യാം. ബൈ നെക്സ്റ്റ് ഇയർ വി വിൽ ഹാവ് നോൺ. അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. നോ എന്നത് നമ്മൾ ING കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല, ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് മാറ്റി. ഓക്കെ. സെയിം മീനിങ് ആണ് നമുക്ക്. വി വിൽ ഹാവ് നോൺ ദെയർ ഫാമിലി ഫോർ 30 years. അനദർ എക്സാമ്പിൾ നോക്കൂ. ബൈ ദി ടൈം വി റീച്ച് ഊട്ടി വി വിൽ ഹാവ് ബീൻ ട്രാവലിംഗ് സിൻസ് 10 hours. ഇവിടെ നോക്കൂ. ബൈ ദ ടൈം വി റീച്ച് ഊട്ടി എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ടൈമാണ്. നമ്മൾ ഊട്ടിയിലെത്തുമ്പോൾ വി വിൽ ഹാവ് ബീൻ ട്രാവലിംഗ് സിൻസ് 8 hours. 10 hours. 10 hours എന്ന് പറയുന്ന ഒരു പീരീഡാണ്. പീരീഡിൻ്റെ മുന്നിൽ നമ്മൾ 4 ആണ് ഉപയോഗിക്കുന്നത്. പീരീഡ് ഓഫ് ടൈമിന് മുന്നിൽ 4 ഉപയോഗിക്കും. പോയിൻ്റ് ഓഫ് ടൈമിന് മുന്നിൽ സിൻസ് ഉപയോഗിക്കും. ഇവിടെ 10 hours, 3 weeks, 2 weeks, 3 hours
എന്നൊക്കെ പറയുന്നത് എന്താണ്? പീരീഡാണ്. അന്നേരം അവിടെ സിൻസ് അല്ല വരേണ്ടത്, പിന്നെ എന്താണ്? ഫോർ ആണ്. അതിങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടി വരും. 4 10 hours. അതാണ് അതിനകത്തുള്ള ഒരു മിസ്റ്റേക്ക്. ഓക്കെ, സി അനദർ സെൻറ്റൻസ്. ദിസ് ഇയർ ദേ വിൽ ഹാവ് ബീൻ ഗൈഡിങ്. ഇവിടെ ഗൈഡിങ് എന്നുള്ള വേർഡ് നിങ്ങൾ നോക്കൂ. ഗൈഡിങ്ങിനകത്ത് എന്താണ്? ഗൈഡിൻ്റെ കൂടെ ING ചേർത്തിരിക്കുകയാണ്. ഗൈഡിൻ്റെ അവസാനം ഇ ഉണ്ട്. ING ചേരുമ്പോൾ ആ ഇ എന്ത് ചെയ്യണം? ഒഴിവാകണം. അതുകൊണ്ട് അവിടെ റോങ് സ്പെല്ലിംഗ് ആണ്. അതിങ്ങനെ കറക്റ്റ് ചെയ്യണം. ദേ വിൽ ഹാവ് ബീൻ ഗൈഡിങ്. ഈ നമ്മൾ അവോയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് നോക്കൂ. ബൈ നെക്സ്റ്റ് മന്ത് വി ഓൺ ഹാവ് ബീൻ സ്മോക്കിംഗ്. ഇവിടെ ഈ ഓണ്ട് നോക്കൂ. ഓണ്ട് നമ്മൾ അപ്പോസ്ട്രഫി ഇടുന്നത് എന്നിൻ്റെ മുകളിലാണ് അപ്പോസ്ട്രഫി കോമ ഇടേണ്ടത്. എന്നാൽ ഇവിടെ ഓണ്ട് എന്ന് പറയുന്ന ആ അപ്പോസ്ട്രഫി റോങ് അപ്പോസ്ട്രഫിയാണ്. അതിങ്ങനെ കറക്റ്റ് ചെയ്യണം. ബൈ നെക്സ്റ്റ് മന്ത് വി ഓൺ ഹാവ് ബീൻ സ്മോക്കിംഗ്. ആ ഓണ്ടിൻ്റെ എന്താണ്? അപ്പോസ്ട്രഫിയാണ് അവിടുത്തെ തെറ്റ്. ഓക്കെ, ഈ ടെൻസിൽ നിന്നും പരീക്ഷകൾക്ക് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. സി എ സെൻറ്റൻസ്. ഐ ഡാഷ് ടീച്ചിങ് ഫോർ 15 years ബൈ ദ നെക്സ്റ്റ് ജാനുവരി. ബൈ ദി നെക്സ്റ്റ് ജാനുവരി എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ടൈമാണ്. ഇനി എന്താ? 15 വർഷമായി തുടരുന്ന കാര്യമാണ് പറയുന്നത്. 15 വർഷമായി, ഭാവിയിൽ 15 വർഷമായി തുടരുകയായിരിക്കും എന്ന് പറയാൻ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. അത്തരം അവസരങ്ങളിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷാൽ ഹാവ് ബീനോ വിൽ ഹാവ് ബീനോ ആണ്. എന്നാൽ ഇവിടെ വിൽ ബി തെറ്റാണ്. ഹാവ് ബീൻ ശരിയാകില്ല, ഷാൽ ബിയും ശരിയാകില്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ഷാൽ ഹാവ് ബീൻ അല്ലെങ്കിൽ വിൽ ഹാവ് ബീൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ അനു ഡാഷ് സ്റ്റഡിങ് ഇൻ ദി സ്കൂൾ ഫോർ 6 months. ഇവിടെ ബൈ ദിസ് ഇയർ, എൻഡ് ഓഫ് ദിസ് ഇയർ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ടൈമാണ്. ഈ വർഷം അവസാനം അനു എന്ത് ചെയ്യായിരിക്കും? പഠനം തുടരുകയായിരിക്കും. ഫോർ 6 months. ഫോർ 6 months എന്ന് പറയുന്ന ഒരു ലോങ് പീരീഡാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനെയാണ് അവിടെ സൂചന തരുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിക്കുന്ന ഓക്സിലറി എന്താണ് ഇവിടെയുള്ളത്? വിൽ ഹാവ് ബീൻ. വാട്ട് ഈസ് ആൻസർ ഹിയർ? വിൽ ഹാവ് ബീൻ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദേ ഡാഷ് ടോക്കിംഗ് ഫോർ ഓവർ ആൻ അവർ ബൈ ദ ടൈം അനു അറൈവ്. ഇവിടെ ബൈ ദ ടൈം അനു അറൈവ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ടൈമാണ്. അനു എത്തിയിട്ടില്ല, എത്താൻ പോകുന്നതേ ഉള്ളൂ. ഫോർ ആൻ അവർ, അവർ 1 മണിക്കൂറായി സംസാരിക്കുകയായിരിക്കും. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിക്കുന്നതിന് വിൽ ഹാവ് ബീൻ എന്ന ഓക്സിലറിയാണുള്ളത്. ദേ വിൽ ഹാവ് ബീൻ, അതാണ് ഇവിടെ കറക്റ്റ്. മറ്റൊരു സെൻറ്റൻസ് നോക്കൂ. ബൈ നെക്സ്റ്റ് ജൂലൈ ഐ വർക്കിംഗ് ഫോർ 1 year. ബൈ നെക്സ്റ്റ് ജൂലൈ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ടൈമാണ്. അതിനെ കുറിക്കുന്ന എന്ത് ഓക്സിലറിയാണുള്ളത്? ഹാവ് ബീനുണ്ട്, ഹാസ് ബീനുണ്ട്, വിൽ ഹാവ് ബീനുണ്ട്, വിൽ ബി ഉണ്ട്. അന്നേരം ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? വിൽ ഹാവ് ബീൻ. മറ്റൊരു സെൻറ്റൻസ് നോക്കൂ. ബൈ ദി ടൈം ദ ഗസ്റ്റ് അറൈവ്. ഗസ്റ്റ് എത്തിച്ചേരുമ്പോഴേക്കും ഐ കുക്കിംഗ് ഓൾ ഡേ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് എൻ്റെ ഓക്സിലറി? നമുക്കറിയാം, വിൽ ഹാവ് ബീൻ. ഐ വിൽ ഹാവ് ബീൻ കുക്കിംഗ് ഓൾ ഡേ. ഇങ്ങനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിക്കുന്ന റെഫറൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷനുകൾ ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ വെർബിൻ്റെ ഫോം നിങ്ങൾ എഴുതുക. ആ വെർബിൻ്റെ ഫോമും അതുപോലെ തന്നെ ആ ടൈം വേർഡ്സും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ടെൻസുകൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.